നമസ്കാരം. കന്നി രാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് കുറെ കാലമായിട്ട് ചിത്തിര നക്ഷത്രക്കാരൊക്കെ വല്ലാണ്ട് വലഞ്ഞ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. അത്ത നക്ഷത്രക്കാർ, ചിത്തിര നക്ഷത്രക്കാരൊക്കെ. ശനി 6 6 7 വന്നു, 7 ഇപ്പോൾ വല്ലാണ്ട് കഷ്ടപ്പെടുത്തുകയാണ് എല്ലാവരെയും. ചിത്തിര നക്ഷത്രക്കാർക്ക് വ്യാഴദശയാണ് നടക്കുന്നതെങ്കിൽ, അല്ല ചൊവ്വാദശയാണ് എങ്കിൽ, ഇത് രണ്ടും ഇവർക്ക് വളരെ മോശ കാലഘട്ടമാണ്. വ്യാഴദശയാണെങ്കിലും ചൊവ്വാദശയാണെങ്കിലും ഈ സമയങ്ങൾ നിങ്ങൾ ഭദ്രകാളി ഭജനം നടത്തുന്നത് ഉത്തമമായിരിക്കും. മഹാമൃത്യുഞ്ജയ ജപം, മഹാമൃത്യുഞ്ജയ മന്ത്രം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് അക്ഷരത്തെറ്റില്ലാതെ പഠിച്ചെടുക്കുക. ത്രയംബകം യജാമഹേ എന്ന് പറയുന്ന മന്ത്രം അക്ഷരത്തെറ്റില്ലാതെ പഠിച്ച് വായിച്ച് കാണാതെ പഠിച്ചിട്ട് അത് ഒരു ഗുരുവിൽ നിന്ന് വേണമെങ്കിൽ ദീക്ഷ പോലെ എടുത്തിട്ട് നിരന്തരവും ജപിക്കുക. അതുപോലെ തന്നെ ഹോമം നടത്തുക. ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന മഹാലക്ഷ്മി ഭജനമുണ്ട്. ഇത് മഹാലക്ഷ്മി ഭജന സമ്പത്ത് സൗഭാഗ്യം കൈവരിക്കാനായിട്ട് നിത്യവും നിങ്ങൾ ജപിച്ചോളാം. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാവും, കുടുംബസൗഖ്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ ഭദ്രകാളി ഭജനം, അതുപോലെ തന്നെ ഭദ്രകാളി പൂജ, മഹാലക്ഷ്മി ഭജനമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ കൈവരിക്കാൻ പറ്റും.